ഇനി എത്ര നരച്ച മുടിയും കട്ടക്കറുപ്പാക്കാൻ ഇത് മാത്രം മതി. ഇതൊന്ന് തലയിൽ തൊട്ടാൽ മാത്രം മതി. എത്ര നരച്ച മുടിയും കട്ടക്കറുപ്പായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ മുടി നല്ലപോലെ ആർത്ത് കിളുക്കാനും അതുപോലെ തന്നെ സോഫ്റ്റ് നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും സഹായിക്കുന്നതാണ്. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നത്. കെമിക്കലൊന്നും മേടിച്ച് തലമുടി കളയേണ്ട കാര്യമേ ഇല്ല. കെമിക്കൽ മേടിച്ച് തലമുടിയിൽ അടിക്കുമ്പോഴത്തേക്കും ഒരു തലമുടി നരച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മുടിയും നരച്ചു പോകും പെട്ടെന്ന് തന്നെ. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ നാച്ചുറലായിട്ട് തലമുടി നരച്ച മുടിയെ കറുപ്പിക്കാൻ പറ്റുമെന്ന് കണ്ടു നോക്കാം. നല്ല റിസൾട്ടാണ്. ഈ ഒരു കറുപ്പ് നമ്മുടെ മുടിയിൽ പിടിക്കുമെന്ന് ഉറപ്പാണ്. 100% റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പില ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമെന്നായിരിക്കും അല്ലേ. അപ്പോൾ ഈ കറിവേപ്പില ഉണങ്ങിയതാണ് കേട്ടോ, വെയിലത്ത് വെച്ച് ഉണക്കിയതല്ല, നമ്മുടെ വീടിനുള്ളിൽ തന്നെ ഇരുന്ന് ഉണങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറിവേപ്പില ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ആരും കളയരുത്. നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഈ ഒരു സാധനം മതി നമ്മുടെ നരച്ച മുടിയെ കട്ടക്കറുപ്പാക്കാൻ. ഇതേ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ കറിവേപ്പിലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ ഉണക്കി എടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഫൈനായിട്ടൊരു മിക്സിയുടെ ജാറിൽ പൊടിച്ചിട്ട് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട്. ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിച്ചെടുത്തിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യമുള്ള സമയങ്ങളിൽ മാത്രം എടുത്ത് യൂസ് ചെയ്യുക. എപ്പോഴും പൊടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പൊടിച്ച് വെക്കുന്നതാണ് നല്ലത്. നമുക്കത് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ അടച്ച് വെക്കുവാണെങ്കിൽ അത് പൂത്ത് പോകത്തൊന്നുമില്ല. നല്ലപോലെ ഫ്രഷോടുകൂടി തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് പൊടിച്ചിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇരുമ്പ് ചട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടി എടുക്കുമ്പോൾ നല്ല തുരുമ്പ് പിടിച്ച് ഇരുമ്പ് ചട്ടി എടുക്കുക. ഇതിനായിട്ട് നമ്മൾ ഇരുമ്പ് ചട്ടി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മൾ അലുമിനിയം പാത്രങ്ങളൊന്നും എടുക്കരുത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുമ്പ് ചട്ടി ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രം എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ നമ്മുടെ നെറ്റിയുടെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഹെയറൊക്കെ നരച്ച് വരുന്നുണ്ട്. അതൊക്കെ കറുപ്പിക്കാൻ വളരെ നല്ലൊരു സൂത്രമാണിത് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിന് ഞാൻ നെറ്റിയുടെ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ നരയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ അളവിലാണ് ഞാൻ കറിവേപ്പില എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോടെ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാപ്പിപ്പൊടി എടുക്കരുത്. ഇതിവിടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നല്ലപോലെ അടുപ്പത്ത് വെച്ച് ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ അടുപ്പത്ത് വെച്ച് ഇതേ രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കാം. ഈ കുറുക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ ഇത് അരിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുത്താൽ മതി. ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് ഇത് കേട്ടോ. ചെറിയ ചെറിയ തരിതരിപ്പുള്ളത് കാരണമാണ് ഞാൻ അതൊന്ന് ഒന്നുകൂടെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഒന്ന് കുറുകി ഒന്നുകൂടെ ഇതായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അതിനുശേഷം നമുക്ക് ഇത് അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഏതൊന്ന് അടുപ്പത്തൊന്നും ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് കട്ടിയാവുന്നുണ്ട്. അപ്പോൾ അത് കട്ടിയാകുന്നതിന് മുമ്പ് നിങ്ങൾ അരിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ എനിക്കിത് കുട്ടികൾക്ക് വരെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രായമായവർക്ക് എത്ര വയസ്സാണെങ്കിലും മുടി നരച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മുടി നരയ്ക്കാൻ പ്രധാന കാരണം ഇപ്പം മിക്ക ആൾക്കാരും വെള്ളം കുടിക്കാനൊക്കെ മടിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുക, നല്ല ഫ്രൂട്ട്സ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം കഴിക്കുക, വെളിയിൽ നിന്നുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും മേടിച്ച് കഴിക്കാതിരിക്കുക, വീട്ടിലുള്ള ആഹാരങ്ങൾ മാത്രം കഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും. അത് മാത്രം മുടിയൊക്കെ നരച്ച മുടി പോലും കറുത്ത് തന്നെ വളരുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ കെമിക്കലൊന്നും മേടിച്ചടിക്കാതെ ഇതേ രീതിയിലൊക്കെ നിങ്ങൾ വീട്ടിൽ നാച്ചുറലായിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ മുടി അടിപൊളിയായിട്ട് കറുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം കണ്ടില്ലേ, ഇത് ഈ ഒരു കളറാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു മെയിനൊരു സാധനം ചേർത്ത കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ 1/2 ടീസ്പൂണോളം നമ്മുടെ കരിഞ്ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇട്ട് കാണിക്കുന്നുണ്ട്. അത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിവിടെ അരിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കരിഞ്ജീരകപ്പൊടി വളരെ നല്ല മുടിക്ക് കേട്ടോ. മുടി നല്ലപോലെ ആർത്ത് കേൾക്കാൻ സഹായിക്കും. അതുപോലെ മുടി താരന് പോകാൻ സഹായിക്കും. നരച്ച മുടി പോലും വേര് മുതൽ കട്ടക്കറുപ്പാക്കാൻ സഹായിക്കും. കറിവേപ്പിലയും അതുപോലെ തന്നെ കോഫി പൗഡറും നമ്മുടെ കരിഞ്ജീരകപ്പൊടിയും ബെസ്റ്റാണ് മുടിക്ക്. അത് യാതൊരു അലർജിയോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.